ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഫസ്റ്റ് മുതൽ തുടങ്ങാൻ പറ്റില്ല. ഞാനത് ഗ്രാനി ട്യൂബ് കയറ്റിയിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായി പ്രാക്ടീസ് കളിച്ചിട്ടൊന്ന് ശരിയാവാൻ എങ്ങനെ നോക്കണം. അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാച്ചിട്ടാണ് ഇന്ന് എടുക്കാൻ നോക്കണത്. അപ്പോൾ നമുക്ക് നല്ല പോവാം. ഇവിടെ നിന്ന് എന്താ മനസ്സിലാവില്ല, ഈ ഷോക്ക് എന്താണെന്ന് മനസ്സിലായി. അത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടാ. ഞാനിപ്പോൾ അവിടുത്തെ ഒരു കോണിക്കോടെ കയറി, പക്ഷെ അവിടെ തുറയുന്നില്ല. പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ബാക്കത്തെ കൂടെ തുറക്കാനാണ് പറയുന്നത്. അതായത് അതിൻ്റെ ബാക്കിൽ കൂടെ അതിൻ്റെ ഇപ്പുറത്ത് കൂടെ വഴിയുണ്ട്, അവിടെ പോയിട്ട് തുറക്കാനാണ് പറയുന്നത്. അതൊക്കെ ഇത്ര നേരമായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് മേലെ കയറി വെക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയതാണ്. ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ മീറ്റ് ആ 8 കാലിക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണോ? ഒന്ന് പോയേക്കാം. 8 കാലിക്ക് മീറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക്. 8 കാലിക്കില്ല, നമുക്ക് നല്ല മീറ്റ് വെച്ച് കൊടുക്കാം. പോയേക്കാം. ഇവിടെ ഇട്ടോക്കിട്ടുണ്ട് കുറച്ച് സൈഡിലായിട്ട്. നിങ്ങൾ കണ്ടു, അവിടെ വന്ന് എടുക്കണുണ്ടോ നോക്കട്ടെ. എനിക്കത് വല്ലാതെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ആ സൈഡിൽ ഒരു പ്ലേറ്റ് കാണാനുണ്ട്. ഇനി അതിലാണോ ഒറ്റ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങോട്ട് പോയാൽ 8 കാല് പിടിക്കും. നമുക്ക് ഒന്ന് കാത്തിരിക്കാം, എന്താ ഉണ്ടാവും നോക്കാലോ. വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരും. സൈഡിൽ കണ്ടുകൊണ്ട് പക്ഷെ അത് വരുന്നില്ല. അപ്പത്തല്ല മീറ്റെടുത്ത് ഇങ്ങോട്ട് വരുന്നില്ല. അതിൻ്റെ അപ്പുറം വരില്ല തോന്നുന്നുണ്ട്. നമുക്ക് മെല്ലെ പാത്രത്തിൽ ഉള്ളിൽ കയറി മെല്ലെ പാത്രത്തിൽ കൊണ്ട് വെച്ചെടുക്കാം. അതൊരു സീനാണ്, ഒറ്റക്കാലൊരു സീനാണ്. ഇതൊന്നിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് കൊണ്ടായിരുന്നത്. അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വിളിച്ച് എന്തായാലും സെറ്റ്. ഓ ചത്തോ? ഇല്ല, ചത്തത്തില്ല. ഇതൊന്നുണ്ട്. അല്ല, പിന്നെയും കടിച്ചു. എന്തൊരു കഷ്ടമാണ്. ഇതെന്താ സംഭവമാവാ? അതൊന്നാളെ മയങ്ങിട്ട് അടിച്ചോ, പിന്നെയും വരുന്നതാ. അതൊന്നാളെ മയങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് മെല്ലെ പോയി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിൻ്റെ എടുത്തെത്തുമ്പോഴത്തേനും ആ തീറ്റ സാധനം വരികയാണ്. മെല്ലെ എന്തൊരു കഷ്ടമാണ്, ശല്യമായിരിക്കണം. ഇതൊന്നൊന്നുമില്ല കേട്ടോ, മേലേക്കന്നെ പോവാം. ഇവിടെ നോക്കുമ്പോൾ ഈ ഷോക്കിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയിട്ടാ. നമുക്ക് മെല്ലെ ഇവിടുന്ന് പോവാം. ഈ 8 കാലി വലിയാത്ത ശല്യമായി. ഇതിൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കും. ഇതിൻ്റെ അടുത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു കോണി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് കാണാനില്ല. ഇതെന്താ ആ സേഫ് കിട്ടിയെങ്കിൽ മെല്ലെ പോകട്ടെ ഇവിടുന്ന്. അവിടെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല. എന്തൊരു തീറ്റ, ബോട്ടിൻ്റെ സ്ഥലമൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നല്ലോ. അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട്. ആ വഴി അടിയിലേക്ക് ഇറങ്ങിയിട്ടേ. അതിൽ ബോട്ടിൽ എന്തോ ഫിറ്റ് ചെയ്തിരുന്നു. എന്തോ സ്പ്ലിറ്ററിങ്ങാ തോന്നുന്നുണ്ട് എഞ്ചിൻ്റെ. സ്റ്റിയറിങ് കിട്ടിയാൽ പിന്നെ ഓയിലും കൊണ്ട് കിട്ടാൻ രക്ഷപ്പെടാട്ടോ. ഇവിടെ ഫ്രഞ്ച് വേണം പറഞ്ഞിട്ട്, എന്നിട്ട് ഫ്രഞ്ച് കൊണ്ട് തുറന്നു. എന്താ ഉണ്ടായെന്ന് അറിയില്ല. അവിടെ തുറന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല തോന്നുന്നു.
ആ തുറന്നപ്പോഴല്ലേ ഇവിടുത്തെ ഈ വെള്ളം വരൽ നിന്നത്. ഓ അതാണല്ലേ സംഭവം. ഇവിടുത്തെ ഡോറാണ് ഇപ്പോൾ പ്രശ്നം. ആ ഏരിയനെ പോയിട്ട് തുറക്കണ്ടെന്നൊക്കെ അറിയില്ല. മേലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു മീറ്റും കൂടി. ഇത് എട്ടുകാലിക്ക് ഇട്ട് കൊടുക്കാനുള്ളതാ തോന്നണം കേട്ടോ. ഇതിലൊന്നും ഒന്നുമില്ലേ. ഇതൊക്കെ വെറുതെ കാണാനുള്ള നീറ്റിക്കാ തോന്നുന്നുണ്ട്. അതിലും ഇല്ല ഒന്നും. അതിലും ഇല്ല. എന്തിനാ എന്തൊക്കെയാണോ. ഇനി നമുക്ക് മീറ്റ് കൊണ്ടയച്ച് നോക്കാം. ഇന്നീൻ്റെ കിട്ടിയാൽ മതിയായിരുന്നു. ആ കിട്ടീന് എന്താ അതിൻ്റെ ഉള്ളിൽ നസീക്ക് ഉപകാരം ഉണ്ടോ അറിയില്ല. എന്താ ഉപകാരം ഉണ്ടോ നമുക്കറിയില്ല. അല്ല അത് കിട്ടോ വന്നു. എന്തൊരു കഷ്ടാണ് നോക്ക്. ഇത് വല്ലാത്ത ശല്യം കേട്ടാ. ആ പോയി ഇറങ്ങി. അതിൻ്റെ സമയം ഞാനപ്പോൾ ഓർമ്മ ചെയ്തു. എന്ത് ജീവിയാണ്. കൂണിയ നേരത്തെ കണ്ടിരുന്നു. ഇനി മേലക്കൊന്ന് പോവാം. ഇനി അവിടെ എന്തോ ചെയ്യാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗണ്ണ് അത്യാവശ്യമാണ്. റെഡാണ് നമ്മളെ ഗണ്ണ്. ഗണ്ണ് നമുക്ക് തടി പോവാം. ഇനി നമുക്ക് നേരെ നമുക്ക് സേഫ്റ്റി കിട്ടിട്ടോ. നമ്മൾ ഇപ്പൊ ഒന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മളൊന്ന് പാട്ട് കട്ട് ചെയ്തെടുത്താട്ടോ. സേഫ്റ്റി നമുക്ക് കിട്ടി. ഇപ്പോ കൈ എത്തിയിട്ട് ഒന്ന് ബാക്കായി. സേഫ്റ്റി നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അത് നമ്മൾ അടിച്ചു നോക്കും. പക്ഷേ അതും അടിച്ചിട്ടൊന്നും നിൽക്കണില്ല. രണ്ടാണെന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് രണ്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടി അടിച്ചു നോക്കാം. കിട്ടുകയാണെങ്കിൽ ഭാഗ്യമല്ലോ. ഒന്നുകൂടി നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് വഴി മാറിയാ ഒന്നുകൂടി നോക്കാമല്ലോ. നോക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ആ രണ്ടുണ്ട് പോയി കളയണോ എന്നൊരു സംശയമില്ലായിരിക്കാം. അത് അടിച്ചു അടിക്കടോ പക്ഷെ മാറിയാ ഇല്ല. ഇതും കിട്ടിയില്ല. അപ്പം നമുക്ക് അടുത്ത നോക്കാം. നമുക്ക് പെരിലോക്ക് എടുക്കട്ടെ. പെരിലോക്ക് ആ ബോട്ടിൻ്റെ സ്ഥലത്തൊരു ആവശ്യമുണ്ട്. ഷൂസ് കാത്തുള്ളത്. ഇപ്പം നമുക്ക് ഡോർ തുറക്കാം. ഇതിപ്പോൾ ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഡോറ് തുറക്കാൻ പറ്റുക ഇല്ല. ഡോർ ഹാൻഡിൽ നമുക്കറിയാം. അത് മേലെ കോണിയുടെ ആ ഭാഗത്തോടെ വെച്ചാൽ വിട്ടിരുന്നു. എന്നാൽ അവിടേക്ക് പോയേക്കാം. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. വേഗം പോ വഴിയൊന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ ഡോറ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടാ. ഇത് മനസ്സിലായി. ഇതിപ്പോൾ എന്തിനാ പല്ലോക്ക് പോന്നിട്ടല്ലേ. അയ്യോ ഇതിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എത്തറിയാ. അതായിരിക്കും. വേഗം പോ. ഡോർ ഹാൻഡിൽ വെച്ചാൽ റെഡി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാലോ. വേഗം പോയി വെക്കൂ. ഓടിക്കല്ല. തിരിയൂ. വഴി മാറി. ഡോർ ഹാൻഡിൽ വെച്ച് രക്ഷപ്പെടുന്ന പറ്റുമോ? ഈ ചോക്കാണ് പ്രശ്നം. ഉണ്ടാക്കട്ടെ പറ്റും. ഉണ്ടപ്പന്നെ എവിടുന്ന കിട്ടാ? ഉണ്ട മേലത്തെ റൂമിലുണ്ടാ? ഒന്ന് പോയേക്കാലോ. പോയേക്കാ ചിലപ്പം കിട്ടിയാലോ. മേലത്തെ റൂമില് കാണാനില്ല. സ്പിറ്റിങ്ങല്ലേ? സ്പാർക്ക് പ്ലഗ് അല്ലേ? സോറി മാറിപ്പോയാട്ടോ. സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ഇതല്ലേ ബോട്ട് എസ്കേപ്പ് ചെയ്തേ. ബോട്ട് എസ്കേപ്പ് നല്ലൊരു ഇതാണ്. ഓയിൽ കിട്ടി, ചാവിട്ടി, പെല്ലോക്കെ ഉണ്ട്. അപ്പം നമുക്ക് ബോട്ട് എസ്കേപ്പ് ചെയ്യാല്ലേ? ഒന്ന് ശ്രമിക്കാലോ. ബോട്ട് പറയാൻ വെക്കണില്ല. ഇപ്പം ഏകദേശം സാധനങ്ങളെ പറ്റി നമ്മൾ മെല്ലെ പോകാൻ നിൽക്കണം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ഇന്നൊരു സാധനം കൂടി വേണം. നമുക്ക് മേലെ പോയിട്ട് എടുക്കാം. എവിടെയാണ്? ഇവിടെ പോയിട്ട് നമ്മളെ കീ എടുക്കണം. ബോട്ട് കീ. ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾക്കായി. ബോട്ടിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടാണ്.
അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തേക്കാം. ഫിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് സുഖമായിട്ടാണ് പോകാമല്ലോ. സംഭവം ഫിറ്റ് ചെയ്ത് നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ നോക്കാമല്ലോ. ഇതെന്താ ആദ്യമായിട്ട് കളിക്കണം, ഇതെങ്ങനെ കളിക്കാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ബാനിനെ വെച്ച് എസ്കേപ്പ് ചെയ്യും, ഉറപ്പാണ്. ഓയിലാണ്ട് കയറുന്നില്ലല്ലോ, വേഗം കയറടോ, വേഗം കയറും, കയറും. അതവിടെ ഇരിക്കട്ടെ, പോകുമ്പോൾ കൊണ്ടുപോകാം. ആ പകുതി വെച്ചിട്ട് എണ്ണ കഴിയണമെങ്കിലോ അങ്ങനെ വിചാരിച്ചിട്ട് കൊണ്ടുപോകാം. ബോട്ട് കയറണം പറഞ്ഞാൽ എന്താ ചെയ്യും, അത് വേഗം ആയിക്കോട്ടെ. ഇനി എന്തെങ്കിലും കുറവുണ്ടാവും, വേഗം നോക്കടോ. ഇനി ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. ഓപ്പൺ ദ ഡോർ. എന്തോ ഒരു കുറവ്. ആ പെഡിലോക്ക് വേണം. എന്തിനാണെന്നറിയോ, മറ്റേ നമ്മളെ അവിടെ ബോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളെ ഗേറ്റ് തുറക്കാനായിട്ടാണ്. അപ്പോൾ പടലോക്ക് ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരാം. പടലോക്ക് നമ്മൾ മേലെ നിട്ടേന്ന് തോന്നുന്നു, വല്ലാതെ ഓർമ്മ കിട്ടണില്ല. മേലെ കോണിയുടെ അവിടെ വെച്ച് നമ്മൾ ഇട്ടേന്ന്, ഇവിടെ ഒന്നുമില്ലല്ലോ. പടലെടുക്കാൻ നേരെ പോവാ. ഗേറ്റ് തുറക്കുന്നു. എസ്കേപ്പ് വിത്ത് ഗ്രേനി തീട്ട ഹൗസ്. വേഗം പോ. നമ്മളെ ഗ്രാനിപ്പൊട്ടത്തിവിടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. ഗ്രാനി ഇല്ലാതെ എസ്കേപ്പ് ചെയ്യുന്നു. ഡോർ മാറരുത്, വേഗം പോ. വേഗം പോവാനാട്ടാ. ചെറിയൊരു വീഡിയോ ആക്കാനാണ് ഉദ്ദേശിച്ചിട്ടാ, കുറച്ച് ലെങ്ത്തിൻ്റെ വീഡിയോ. താഴ്ത്തു, അതാ തുറന്നു. നോൺ പോവാണ് കേട്ടാ. ഗ്രാനിത്തള്ളേ ബായ്. എന്താണേടോ ഇനി ഗ്രാനി ഇല്ലല്ലോ, ഇനി എന്താണ് ഇത്ര കാണിക്കാനുള്ളത്? ഇങ്ങനൊരു ഭീകരജീവി ഇതിലുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.